എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ നോ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആദ്യം ഒരു സെറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. മിനിമൽ പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊക്കെ സ്കിൻ കെയർ ആട്ടോ. മേക്കപ്പിൽ ഞാൻ മിനിമൽ പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നാൽ ഒരു മേക്കപ്പ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, മേക്കപ്പ് ഇല്ലേ ചോദിച്ചാൽ ഇല്ല, അങ്ങനത്തെ ലുക്കാട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു സെറം അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബേസ് സെറ്റ് ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും പിന്നെ നല്ല ഫ്ലോ ആയിട്ട് കിടക്കാനും നല്ല ഡ്യൂയി മീൻസ് നല്ലൊരു രസത്തിൽ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് ആദ്യം സെറ്റ് ചെയ്യണം. ബേസ് സെറ്റ് ചെയ്യാൻ നമ്മളിതുപോലെ സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ബേസിന് വേണ്ടിയിട്ട് ഈ ഒരു BB ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മാർസിൻ്റെ BB ക്രീമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ബേസ് ചെയ്യുന്നത്. ഈ ബേസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കാരണം ഒരു നോ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു BB ക്രീം കുറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മാൾസിൻ്റെ BB ക്രീമാണ്. നല്ല അടിപൊളി BB ക്രീമാണ്. നല്ല ഡ്യൂയി ഫിനിഷ് തരുന്ന, ഒരു ഗ്ലോ ലുക്ക് തരുന്ന നല്ല രസമുള്ളൊരു BB ക്രീമാണ് കേട്ടത്. അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് വീഡിയോ കേട്ടോ. അതുകൊണ്ട് ഞാൻ കഴുത്തിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ലാസ്റ്റ് എനിക്ക് ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലായപ്പോഴാണ് അയ്യോ കഴുത്തിലും കൂടി ഇടായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് എന്താ പറയുക, നമ്മുടെ മാർസിൻ്റെ BB ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻസ് പാടുകളൊന്നും ഹൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഫൗണ്ടേഷൻ, BB ക്രീം ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം എനിക്ക് മുഖത്ത് നന്നായിട്ട് കുരു വരുന്നുണ്ട്. ഈ ഫൗണ്ടേഷൻ അങ്ങനത്തെ ക്രീമുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുരു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു BB ക്രീമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത് നോ മേക്കപ്പ് ലുക്കാണെങ്കിലും നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്താൽ കിട്ടുന്ന പെർഫെക്ഷൻ വേറെ ഒന്നിനും കിട്ടില്ല എന്നുട്ടോ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഐബ്രോസ് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന രീതിയിലൊന്നല്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ഗ്ലോ കിട്ടുന്നത് കണ്ടോ. ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മാർസിൻ്റെ 2 ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ രണ്ടും നല്ല ക്രീമി മാറ്റ് അടിപൊളി ലിപ്സ്റ്റിക്കാട്ടോ. 11 ആ ഒരു ഷെയ്ഡാണ് ഉള്ളത്. നല്ല ന്യൂ ഷെയ്ഡ്സാണ് രണ്ടെണ്ണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്രീമി, നല്ല മാറ്റ് ഫിനിഷിൽ നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല രസമുള്ള 2 ലിപ്സ്റ്റിക് ഷെയ്ഡ്സാണ്. ചിലപ്പോൾ കുറച്ച് വാഷ് ഔട്ട് ആവും, മീൻസ് അതായത് കളർ കുറവുള്ളവർക്കൊക്കെ ഒന്ന് വാഷ് ഔട്ട് ആവാൻ വേണ്ടിയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ എൻ്റെ ചീക്സിലിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ബ്ലഷിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു ഷെയ്ഡ് ചീക്സിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, മൂക്കിലിട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ താടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഐ ഷാഡോ കൂടി ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ മാർസിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ പ്രത്യേകത നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ടോ. അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി ആ ഒരു സംഭവം. അപ്പോൾ താടിയുടെ മുകളിലും കഴുത്തിൻ്റെ മുകളിലും ഒക്കെ ഇട്ടെടുത്തു. പക്ഷേ ഇട്ടു പക്ഷേ ഇട്ടിട്ടില്ല. ആ ഒരു ഫീലിംഗ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സെയിം ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് കുറച്ച് ഐ ഷാഡോ ആക്കിയിട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിതിൻ്റെ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഐ ഷാഡോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഐ ഷാഡോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നോ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും അത്ര എടുത്ത് കാണിക്കുന്ന രീതിയിൽ നമ്മൾ ഇടുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. ആ ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വേറെ കണ്ണെഴുതുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഐ ഷാഡോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഷെയ്ഡ് കാണുന്നില്ലല്ലോ, ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം ഏതാ ഷെയ്ഡ് എന്നുള്ള കാര്യം. എന്നിട്ട് അതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം. ആദ്യം ഈ ഒരു നല്ല ഒരു ബ്രിക്ക് ഓറഞ്ച് റെഡ് ആ ഒരു ഷെയ്ഡ് കേട്ടോ. ഇത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എല്ലാ സ്കിന്നോടും അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഗൈസ്, അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ലിപ്പ് നന്നായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്ത് ചുണ്ടിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞേ എനിക്ക് അത്ര മേക്കപ്പ് ഇങ്ങനെ എടുത്ത് കാണിക്കണം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്ക് മാത്രം ഇത്തിരി ബോൾഡാക്കി ഇട്ടു. എന്നാൽ എടുത്ത് കാണിക്കുന്നുണ്ടോ വെച്ചാൽ അത്ര എടുത്ത് കാണിക്കുന്നില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ടുള്ള ഷെയ്ഡ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു മേക്കപ്പ് ലുക്ക്. നല്ല ഗ്ലോ ആയിട്ടുള്ള നല്ല
ഫിനിഷ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എൻ്റെ പൊട്ട് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതൊരു നോ മേക്കപ്പ് ലുക്കായിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം മാർസിൻ്റെ ആയിരുന്നു. മാർസിൻ്റെ BB ക്രീം ആൻഡ് ലിപ്സ്റ്റിക്കുകളായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 3 പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.